പശ്ചിമേഷ്യയിൽ സംഘർഷം അതിൻ്റെ പരമകോടിയിൽ എത്തി നിൽക്കുന്നു. ലബനനിൽ അതിഭീകരമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുമ്പോൾ ഇസ്രായേലിനെതിരെ ഉപരോധവുമായി ഇപ്പോൾ ഫ്രാൻസ് രംഗത്തെത്തിയിരിക്കുന്നു. ആയുധ ഉപരോധമാണ് ഇപ്പോൾ ഫ്രഞ്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇതിന് സംബന്ധിച്ചുള്ള ആഹ്വാനം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. മാക്രോണിൻ്റെ ഈ ആഹ്വാനത്തെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തങ്ങൾ 7 മുന്നണികളാണ് ഒരേ സമയം യുദ്ധമുഖത്ത് ഏർപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്ക് എതിരെ ഹിസ്ബുള്ളയും ഹമാസുമടക്കം ഹൂത്തികളുമടക്കം അനവധി പേരാണ് ആക്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തങ്ങളോടൊപ്പം നിൽക്കാതെ ലജ്ജാകരമായ നടപടികളുമായി മുൻപോട്ട് പോകരുതെന്ന് ഇമാനുവൽ മാക്രോണ് ഇതിനോട് ഇസ്രായേൽ പറയുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രാൻസ് പറയുന്ന ഒരു കാരണം ഈ ഗസയിലും ഒപ്പം തന്നെ ഇപ്പോൾ ലെബനനിലേക്ക് കരസേന കടന്നതോടുകൂടി ഈ യുദ്ധം വലിയ രീതിയിൽ വ്യാപിക്കും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ആയുധം ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നൊരു കാര്യം, തങ്ങളുടെ ഉറ്റ സുഹൃത്താണ് ഇസ്രായേൽ എന്ന് പറയുന്നു. ഏതായാലും യുദ്ധമുഖത്ത് ഇസ്രായേൽ നിൽക്കുമ്പോൾ ഉറ്റ സുഹൃത്ത് സഹായിക്കുന്നതിന് പകരം ഉപരോധം ഏർപ്പെടുത്തിയതെന്തെന്ന ചോദ്യമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമായും ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.